പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നമുക്ക് ഇതുപോലത്തെ പാൻസ്, ഇങ്ങനത്തുള്ള പാൻസുകൾ നമുക്ക് തയ്ക്കാനായിട്ട് കിട്ടുമ്പോൾ ഇതിൻ്റെ ഈ അണ്ടർ ഭാഗം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് അവർ ചോദിച്ചു. ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്? ഈ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എങ്ങനെ ഇതിൻ്റെ ഈ അണ്ടർ ഭാഗം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നവർ ചോദിച്ചു. പല രീതിയിലാണ് പല കട്ടർമാരും ഇതിനെ കണ്ടുപിടിക്കുന്നത്. കാരണം സീറ്റ് ബാൻഡൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് അണ്ടർ ഇറങ്ങിപ്പോയാലും പ്രശ്നമാണ്. അതുകൂടാതെ പറഞ്ഞ് നമ്മൾ അളവ് ബാൻഡ് വെച്ച് എങ്ങനെ കണ്ടുപിടിക്കാം, അളവ് ബാൻഡ് വരുവാണെങ്കിൽ എളുപ്പ വഴി എങ്ങനെയാണ് അവർ ചോദിക്കുന്നുണ്ട്. എളുപ്പ വഴി നമ്മൾ ഇങ്ങനൊരു പാൻസ് ഇട്ടിട്ട്, ഇങ്ങനൊരു പാൻസ് ഇടുന്നു. ഈ പാൻസിൻ്റെ ഇവിടെ നമുക്ക് ടേപ്പ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ അണ്ടർ കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട് ഈ ഭാഗത്ത്. അതായത് നിങ്ങൾ കാണുന്നത് പാൻസ് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഒരു ഭാഗം എത്രത്തോളം ഇറക്കിയിരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ വശം ഇങ്ങനെ പിടിക്കണം. ഈ പാൻസിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ടിട്ടും നമുക്ക് ഇതിൻ്റെ എത്രത്തോളം അണ്ടർ താത്തിട്ടുണ്ട് എന്ന് നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനെ നമുക്ക് എത്ര താത്തിട്ടുണ്ട്, 10 താത്തിട്ടുണ്ട്, ആ ഒരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ അണ്ടർ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ അതിലുമൊക്കെ എളുപ്പമായിട്ട് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ അണ്ടർ വശങ്ങൾ നമുക്ക് കണ്ടുപിടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഞാൻ ആ അളവ് പാൻറ്റ് എടുക്കുന്ന ഒന്ന് നോക്കിക്കോണം. ആദ്യം നമ്മൾ ഈ പാൻറ്റിങ്ങിനെ തിരിച്ചിടുന്നു മൊത്തം. നമ്മൾ ഈ പാൻറ്റ് തിരിച്ചിടുന്നു. നിങ്ങൾ മനസ്സിലായല്ലോ, കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ മൊത്തം തിരിച്ചെടുക്കുന്നു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നില്ല, തിരിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് നമ്മൾ ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് ഇതിലോട്ട് വരും. ഇത് ഈ ബോട്ടത്തിൻ്റെ അകത്തൂടെ ആ കാല് കറക്റ്റായിട്ട് പിടിക്കണം. ഈ ബോട്ടത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ പിടിച്ച് ഇത് സെൻറ്ററാക്കണം. ഇത് സെൻറ്ററാക്കിയാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഹാം കൂടെ എത്രത്തോളം വിത്ത് ഉണ്ടെന്ന് വരെ, ഈ കാലിന് എത്രത്തോളം ലൂസ് ഉണ്ടെന്ന് വരെ നമുക്ക് ഈ ഭാഗം അളന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ കണ്ടുപിടിക്കുമ്പം ഈ ഒരു ഭാഗം നമുക്ക് ഇവിടെ ഇരിക്കട്ടെ. നിങ്ങളെ വിശദീകരിച്ച് തന്നെ നിങ്ങൾക്കിത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഒരു പാൻസിൻ്റെ അളവെടുത്ത് വെട്ടുമ്പോൾ നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ, അതായത് ഇങ്ങനെയാണ് പാൻസ് ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അത് നമ്മൾ പലാസ മോഡലാണെങ്കിൽ ബോട്ടോ ഇവിടുന്ന് മുട്ടിൻ്റെ ഇവിടുന്ന് നമ്മൾ നേരെ കൊടുക്കുന്നു, ഇങ്ങനെ വെട്ടുന്നു. അതല്ലാതെ നോർമൽ ബോട്ടം ആണെങ്കിൽ നമ്മൾ അവിടെ ഒരു 13 ഇഞ്ച് ഈ ഭാഗത്ത് കൊടുക്കുന്നു, ഈ ലൂസ് ഒഴിവാക്കുന്നു. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ സ്ലിറ്റ് കൊടുത്ത് ഇങ്ങനെ ഇടും. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന ഘടകങ്ങളിലൊന്നാണ് നമുക്ക് ഈ അണ്ടർ എന്ന് പറഞ്ഞൊരു വശം. ഇത് വെട്ടുന്നു. ഇത് ഫ്രണ്ട് പീസ് വെട്ടിയിട്ട് നമ്മൾ പിന്നെ കാലിൻ്റെ വണ്ണം നോക്കിയിട്ട് ഇവിടെ ലൂസ് ഇട്ടാണ് ബാക്ക് പീസ് വെട്ടുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടുമ്പോൾ ഇത് നമ്മൾ ശാസ്ത്രീയമായ രീതിയിൽ ഒരു ക്ലാസിക്കൽ കണക്ക് പറഞ്ഞാൽ നമ്മൾ സീറ്റിൻ്റെ 4/1 ഈ ലൂസ് കൊടുക്കുന്നത്. സീറ്റിന് 4 നമ്മൾ ഈ ഭാഗത്തെ വണ്ണം നമ്മൾ എത്രത്തോളം ഉണ്ടോ അതിൻ്റെ 30 ഇഞ്ചാണെങ്കിൽ 30ൻ്റെ 4/1 നമ്മൾ 7.5 ഇങ്ങനെ കൊടുത്ത് വെട്ടും. അതായത് ഇവിടെ തീർന്ന് കിട്ടേണ്ട അളവാണ് ഈ പറയുന്നത്, ഈ 7.5 ഇഞ്ച്. ഈ 7.5 ഇഞ്ച് നമുക്ക് 30 ഇഞ്ച് അരവണ്ണം ഉള്ളവർക്ക് സീറ്റ് ഒരുപാട് വ്യത്യാസം വരാം. 36 വരാം. 30 ഇഞ്ച് വണ്ണമുള്ളവർക്ക് സീറ്റ് 40 വരാം. ഈ 40 വരുമ്പോൾ ഈ 40ൻ്റെ 4/1 10 ഇഞ്ച് ഇവിടെ താക്കണം. ഇവിടെ താക്കുമ്പോൾ നമ്മൾ അളവെടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ലേഡീസിൻ്റെ പാൻ്റാണ് ഈ വശത്തെ കാലിൻ്റെ വണ്ണം കൂടെ ഒന്ന് നോക്കണം. ഈ ഭാഗത്തെ കാലിൻ്റെ വണ്ണം നോക്കുമ്പോൾ ചിലപ്പം 20 കാണും, ചിലപ്പോൾ 22 കാണും, 24 കാണും. ഇതിൻ്റെ അകത്ത് ഈ
കൂടുതലും നമ്മൾ ലേഡീസിൻ്റെ പാൻറ്റ് തയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അളവെടുക്കുമ്പോൾ ഇവർക്ക് 20 കാണുള്ളൂ. പക്ഷേ ഇവരൊരു സ്റ്റൂളിലോ കസേരകൾ നമ്മൾ ഇരിക്കുമ്പം ഇത് 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ കൂടാൻ സാധ്യത ഉണ്ട്. മനസ്സിലായിക്കോണം. നമ്മൾ അളവെടുക്കാൻ നിൽക്കുമ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് 20 എന്ന് ഞാൻ പറഞ്ഞ എല്ലാവർക്കും 20 എന്ന് കൂട്ടല്ല, ഓരോരുത്തർക്കും. പിന്നെ ബ്ലൗസിൻ്റെ പറയുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് അത്ര ഇല്ലല്ലോ എന്നൊക്കെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ഇത് 20 നമ്മൾ കാൽവണ്ണം എടുത്തു, ഏറ്റവും മേളിൽ തൈ ലൂസ് എടുത്തു, തുടവണ്ണം എടുത്തു. ഇത് ഇരിക്കുമ്പോൾ 3 ഇഞ്ച് കൂടും, ചിലപ്പം 4 ഇഞ്ച് കൂടും. ഈ 4 ഇഞ്ചുള്ള ഭാവം അവർ പറയും നിൽക്കുമ്പം കുഴപ്പമില്ല, ഞങ്ങൾ കസേരയിലൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പം നിങ്ങളെപ്പോഴും ഈ കാൽ ലൂസ് ഇതിൻ്റെ കാര്യം പ്രത്യേകം ഓർത്തോണം. നമ്മൾ കസേരയിലോ സ്റ്റൂളിലോ ഒക്കെ ഇരിക്കും 3 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ കാൽ ലൂസ് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ 20 ഇഞ്ചാണ് കാലുവണ്ണം ടൈറ്റെങ്കിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് നമുക്ക് ഏറ്റവും ഈ ഒരു അറ്റത്തെ അളവ് കിട്ടത്തേയില്ല. നമ്മൾ എപ്പോൾ അളവെടുത്താൽ ഇതിൽ നിന്ന് 2 ഇഞ്ച് താഴെ നമുക്ക് അളവ് കിട്ടുമോ. അപ്പം 20 ഇഞ്ചാണെങ്കിൽ പ്ലസ് 21 തന്നെ കണക്ക് കൂട്ടിക്കോണം. മെല്ലിച്ചവരാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ശരീരം തടിയുള്ളവരാണ് പ്രത്യേകം നമ്മൾ ഓർത്തോണം. ഇവിടെ 20 ഇഞ്ച് നമ്മൾ അളവെടുത്തു, അപ്പോൾ നമ്മൾ 21 കൂട്ടിക്കോണം. 21 പ്ലസ് 5 എന്നാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പം പ്രായോഗികമായിട്ട് 21 പ്ലസ് 4 21 പ്ലസ് 5 ഇടണം. വലിയുന്ന തുണിയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. വലിയാത്ത തുണിയാണ് നിങ്ങൾ എപ്പോഴും 5 ഇഞ്ച് ഇവിടെ തീർന്ന് കിട്ടുന്ന പോലെ നമ്മൾ പ്രത്യേകം ഓർത്തോണം. 5 ഇഞ്ച് ഇവിടെ തീർന്ന് കിട്ടുന്ന പോലെ ചെയ്തോണം. അപ്പോൾ സീറ്റ് വണ്ണം നമ്മൾ നോക്കുമ്പോൾ സീറ്റ് വണ്ണത്തിൻ്റെ 4/1 മിനിമം നമ്മുടെ അണ്ടർ ഇറങ്ങിക്കോണം. സീറ്റ് വണ്ണത്തിൽ 4/1 അണ്ടർ തീർന്ന് കിട്ടുന്ന പോലെ ചെയ്തോണം. അണ്ടർ തീർന്ന് കിട്ടുകയും അതുകൂടാതെ പ്ലസ് കാലുവണ്ണത്തിൻ്റെ അളവും കൂടെ നമ്മൾ ഇട്ട് കഴിയുമ്പോഴേ ഉള്ളൂ ഇത് ടൈറ്റ് ഇല്ലാതെ പോകുള്ളൂ. പിന്നെ മുട്ടിൻ്റെ ലൂസ് മുട്ടിൻ്റെ ഇവിടെ നമ്മൾ 2 ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല. 2 മുതൽ 3 വരെ നമുക്ക് 14 13 ഒക്കെയാണ് ടൈറ്റ് വേണം വരും. മുട്ടിൻ്റെ ഇത് ടൈറ്റ് വേണം ഇങ്ങനെ എടുക്കുക, ഇവിടുന്ന് പ്ലസ് 3 ഇഞ്ച് കൊടുക്കുക. ഇച്ചിരി വലിയ തുണിയാണ്, 2 ഇഞ്ച് മതി. പിന്നെ നമ്മൾ ചുരുവോട്ടൊക്കെ പോയിട്ടുമ്പോൾ നമ്മൾ കറക്റ്റ് ഇട്ടാൽ മതി. കാല് കയറുമ്പോൾ ടൈറ്റായിട്ടല്ല ഇരിക്കുന്നത്. മുട്ടിൻ്റെ ഇവിടെ നമ്മൾ നിന്നാലും ഇരുന്നാലും വലിയ വ്യത്യാസങ്ങൾ വരാറില്ല. 1/2 ഇഞ്ച് വരെ വരും, എങ്കിലും അത് വലിയ പ്രശ്നമില്ലാതെ പോകും. പക്ഷേ ഇവിടുത്തെ ഭാഗം നിങ്ങൾ പ്രത്യേകം ഓർത്തോണം, നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് കൂടും. പിന്നെ ഈ സീറ്റ് വണ്ണം നമ്മളെങ്ങനെയാണ് അരവണ്ണം പിടിച്ചിട്ട് അതിൽ നിന്ന് കറക്റ്റ് ഈ ഭാഗമില്ലേ, ഈ ഭാഗം ഇങ്ങനെ കറക്റ്റ് നമ്മൾ നോക്കി സീറ്റ് വണ്ണം നിങ്ങൾ പിടിച്ചോണം. സീറ്റ് വണ്ണം കറക്റ്റ് അളവെടുത്താലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ലൂസും കൂടെ കൂട്ടി നമുക്ക് ബാക്ക് പീസ് വെട്ടുമ്പോൾ വെട്ടാൻ പറ്റുള്ളൂ. ബാക്ക് പീസ് നമ്മളിങ്ങനെ വെട്ടുമല്ലോ, ഇങ്ങനെ ബാക്ക് പീസ് നമ്മൾ വെട്ടുമ്പോൾ ഇപ്പം ഈ ഒരു സൈഡ് നമ്മൾ 40 ഇഞ്ചുണ്ട്, ഇവിടെ 10 ഇഞ്ച് കൊടുക്കുക. 40 ഇഞ്ച് 10 കൊടുക്കുക. 10 പ്ലസ് 2.5 എന്നാണ് ഇലാസ്റ്റിക്കിന് ഇടേണ്ടത്. പ്രത്യേകം ഈ സൈഡ് നിങ്ങൾ ഓർത്തോണം. ഈ ഭാഗം അളക്കുക. സീറ്റ് 40 ഇഞ്ചുണ്ട്, 40ൻ്റെ 10 ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് 2.25 കൂടെ ഇട്ട് വേണം, പിന്നെ തയ്യൽത്തുമ്പോൾ ഇട്ട് വേണം ഇലാസ്റ്റിക്കിന് ബാക്ക് പീസ് വെട്ടാൻ. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് പീസിൻ്റെ കാൽ സൈഡും ഫ്രണ്ട് സൈഡും കൂടെ കണക്ക് കൂട്ടി നോക്കണം. 20 ഇഞ്ച് വണ്ണമുള്ളവർക്ക് 24 തീർന്ന് കിട്ടുമോ എന്ന് പ്രത്യേകം അങ്ങനെ നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പം ഞാനൊരു പാൻസ് മടക്കി വെച്ചിട്ടുണ്ട്. ആ മടക്കി വെച്ചിരുന്നത് എങ്ങനെയാണ് നമ്മൾ അണ്ടർ, ഇപ്പോൾ അളവ് പാൻറ്റ് നമുക്ക് തന്നു, സെയിം അളവ് തന്നെയാണ്. അതിൻ്റെ അണ്ടർ നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ തന്നെ നമ്മൾ അകത്തോട്ട് ഈ പാൻസ് കയറ്റി വെച്ചിരിക്കണം. 2 വിധത്തിൽ തന്നെ നമുക്ക് നോക്കാം. ഇങ്ങനെ നോക്കണം. ഇവിടുന്ന് തയ്യൽത്തുമ്പ് കയറ്റി പിടിച്ച് ഇങ്ങനെ നോക്കണം. കണ്ടോ, നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ ഹാം ഗോൾ അളക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കാം. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ നോക്കും, എത്ര ഇഞ്ച് വന്നു ഇങ്ങനെ നോക്കുക. 12.25. ഈ 12.25 നമ്മൾ ഇവിടെ കയറ്റി വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ അളക്കും. നമുക്ക് എത്ര വന്നു? 26 ഇഞ്ച് ഈ അണ്ടർ മൊത്തം തീർന്ന് കിട്ടണം. 26, മനസ്സിലായോ?
അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അളക്കാനായിട്ട് ബുദ്ധിമുട്ട് വന്നു, ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ടേപ്പ് ടേബിളിൽ വെക്കുക. ടേപ്പ് ടേബിളിലോട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിടിക്കണം. ആദ്യം പടി കയറ്റിയും പിടിക്കുക, പടി കുറച്ച് പോകണം. പടി ഇങ്ങനെ ചേർത്ത് തന്നെ പതുക്കെ വലിച്ച് തന്നെ പിടിച്ചിട്ട് ഇവിടുന്ന് ഈ ബാഗ് വെച്ച് ഇപ്പം നമ്മളിങ്ങനെ അളന്നപ്പോൾ എത്ര വന്നു? 12.25. 12.25 12.25 നിന്ന് ഇങ്ങനെ കയറ്റി ഇങ്ങനെ. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 26, 26.5. അങ്ങനെ പിടിച്ചാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ അണ്ടർ എത്രത്തോളം താത്തിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഇനി അതല്ല, കാല് ലൂസ് നമുക്കെടുക്കണം. കാല് ലൂസാണെങ്കിൽ കാല് തിരിച്ചെടുത്തു. കറക്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഈ ഭാഗത്ത് നമ്മൾ ഏറ്റവും മേളിൽ നോക്കണം എത്രത്തോളം ഇട്ടിട്ടുണ്ട്. കൈത്തൊന്നും 26 നിങ്ങൾ വെട്ടുമ്പോൾ. പിന്നെ ഇനി മുട്ടിൻ്റെ ലൂസ് നോക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ മേളിൽ നിന്നും നമ്മൾ ഒരു ചോക്കുപാട് കൊടുക്കണം. ആദ്യം ഇങ്ങനെ ഈ ഒരു ചോക്ക് കൊടുക്കും. 20ൽ എത്ര മുട്ട് ലൂസ് ഉണ്ടെന്ന് നോക്കണം. 18 ഇഞ്ച് തീർന്ന് കിട്ടിയിട്ടുണ്ട്. മാർക്ക് ചെയ്യുമ്പോൾ നോക്കണം. അപ്പോൾ അത് നോക്കുന്നതിൽ ഇവിടെ ഒരു ഉദ്ദേശം അനുസരിച്ച് ഇവിടെ ഇട്ടാൽ കട്ടിങ്ങിൽ നമുക്ക് കിട്ടത്തില്ല. ഈ മേളിൽ നിന്ന് ഒരു 20 19 നോക്കിയിട്ട് എത്ര ഇഞ്ച് വന്നു എന്ന് ഒരു മാർക്ക് കൊടുക്കുക. അളവ് ബാൻഡിൽ അവിടെ നിന്ന് ഇത്രയും നോക്കുക. 18 തീർന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അളവ് ബാൻഡിൽ നിന്നും അണ്ടറിൻ്റെ കാര്യവും ലൂസിൻ്റെ കാര്യവും നല്ലതുപോലെ കണക്കൂട്ടി ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിരിക്കുക. എല്ലാവരും ആലോചിച്ച് നന്നായിട്ട് വർക്കുകൾ ചെയ്യുക. നിങ്ങളുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന തയ്യക്കാരായി മാറട്ടെ. ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. താങ്ക് യു. എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ വീഡിയോയെ പറ്റി പഠിച്ചിട്ട് പറഞ്ഞും കൊടുക്കണം. ഓക്കെ, താങ്ക് യു.